രാജ്യത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവനകളിൽ വൻ ക്രമക്കേടും ഫണ്ട് തിരിമറിവും നടന്നതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് SIT ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് സമർപ്പിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനും പ്രതിഷ്ഠാ ചടങ്ങുകൾക്കുമായി രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും കോടിക്കണക്കിന് രൂപയുടെ വഴിപാടുകളും സ്വർണം വെള്ളി ആഭരണങ്ങളുമാണ് ഭക്തർ സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിൽ വലിയ തോതിലുള്ള അഴിമതികളും പണാപഹരണവും നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തിയ ഇക്കഴിഞ്ഞ കുംഭമേളയുടെ സമയത്താണ് ഈ സാമ്പത്തിക തിരിമറികൾ ഭൂരിഭാഗവും നടന്നതെന്നാണ് SITയുടെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. ഈ കാലയളവിൽ ലഭിച്ച വലിയ തുകയുടെ സംഭാവനകളിൽ കൃത്യമായ രേഖകളില്ലാതെ വലിയൊരു പങ്ക് കൈപ്പറ്റുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. വ്യാപക പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ നടന്ന ഭൂമി ഇടപാടുകളും ഇപ്പോൾ പൂർണ്ണമായി അന്വേഷണ പരിധിയിലായിരിക്കുകയാണ്. തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ട്രസ്റ്റ് ഭാരവാഹികളോടും ക്ഷേത്രത്തിലെ പ്രധാന ജീവനക്കാരോടും അയോധ്യ വിട്ടു പോകരുതെന്ന് അന്വേഷണ സംഘം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ജനറൽ സെക്രട്ടറി സമ്പത് റായ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുൻ കർസേവകനടക്കം 3 പേർ അയോധ്യ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ഞെട്ടിക്കുന്ന വിവരം ക്ഷേത്രശേഖരത്തിൽ നിന്നും 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ കാണാതായിരിക്കുന്നു എന്നതാണ്. രാമക്ഷേത്രത്തിലെ ചരിത്രപ്രധാനമായ പ്രാൺ പ്രതിഷ്ഠാ സമയത്ത് രാജ്യത്തെ പ്രമുഖ ജ്വല്ലേഴ്സ് അസോസിയേഷൻ ഭഗവാൻ രാംലാലയ്ക്ക് സമർപ്പിച്ചതായിരുന്നു ഇത്. ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഈ വെള്ളിക്കട്ടകൾ കഴിഞ്ഞ 6 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ഈ വെള്ളിക്കട്ടയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും അവ സൂക്ഷിച്ചു വെച്ച കൃത്യമായ രേഖകളെക്കുറിച്ചും അന്വേഷിക്കുകയാണെങ്കിലും ഇവ സ്വീകരിച്ചതിനോ ഉപയോഗിച്ചതിനോ ഉള്ള യാതൊരുവിധ ഔദ്യോഗിക വിവരങ്ങളും ഹാജരാക്കാൻ ക്ഷേത്ര അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം രാജ്യത്തുടനീളമുള്ള സ്വർണ്ണ വ്യാപാരികളുടെ സംഭാവനകൾ സമാഹരിച്ചാണ് ഈ 60 കിലോ വെള്ളിക്കട്ടകൾ തയ്യാറാക്കിയതെന്നും ഇത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയതിന്റെ കൃത്യമായ രസീത് തങ്ങളുടെ പക്കലുണ്ടെന്നും ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് രസ്തോഗി വ്യക്തമാക്കിയിട്ടുണ്ട്. അടിത്തറയിടുന്ന ചടങ്ങിലോ പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഈ വെള്ളിക്കട്ടകൾ ഉപയോഗിച്ചിട്ടില്ലെന്നും അതിനുശേഷമാണ് ഇവ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാണാതായ വെള്ളിക്കട്ടകൾ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയ SIT ആഭരണങ്ങളുടെയും വഴിപാടുകളുടെയും മേൽനോട്ട ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരി, രാംശങ്കർ യാദവ് എന്നിവരെയും രാംലല്ലയുമായി ബന്ധപ്പെട്ട 4 പ്രധാന പൂജാരിമാരെയും ചോദ്യം ചെയ്തു. എന്നാൽ ചോദ്യം ചെയ്യലിൽ കൃഷ്ണദേവ് തിവാരി വെള്ളിക്കട്ടകളെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, നിലവിൽ അന്വേഷണ പരിധിയിലുള്ള കാണാതായ ഭഗവാന്റെ മാലയെക്കുറിച്ചോ പാദുകങ്ങളെക്കുറിച്ചോ തനിക്ക് അറിയില്ലെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ വൻ സാമ്പത്തിക തട്ടിപ്പ് വരും ദിവസങ്ങളിൽ ട്രസ്റ്റിലെ കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചനയാണ് നൽകുന്നത്.